ഇത് പിടിച്ചോളിട്ടാ. ഇന്ന് ഈ ഉമ്മാക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസാ. ഇതെന്റെ 6ാമത്തെ മോന. കണ്ടില്ലേ എന്റെ മോൻ ചിരിച്ചു കിടക്കണത്. ഇന്നലെയും കൂടെ ഈ പാല് പറ്റിയ ഉമ്മനോട് പാല് ചോദിച്ച് കരഞ്ഞതാ. ഇന്ന് എനിക്ക് സന്തോഷായി. അവനിനി ഒരിക്കലും കരയൂല. ഇവന്റെ ഇത്താത്തമാരെ കാക്കമാരൊക്കെ അങ്ങ് സുവർഗത്തിൽ ഇവന് വേണ്ടി കാത്തിരിക്ക, ഇവന്റെ ഉപ്പാന്റെ കൂടെ. അല്ലാ, നിന്റെ തൃപ്തി മാത്രമാണ് വലുത്. യാ അല്ലാ, നിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. നിങ്ങൾക്കറിയോ എന്നെ പോലെ എത്ര ഉമ്മമാരാണ് അള്ളാഹുവിന് ഹംദ് ചൊല്ലുന്നതെന്ന്? ഇസ്രായേലും നെതന്യാഹു ഒക്കെ വിചാരിച്ചതേ നമ്മുടെ മക്കളെ തകർത്ത നമ്മളെയും തകർക്കാമെന്ന. നമ്മുടെ ഭർത്താക്കന്മാരുടെ മരണം നമ്മുടെ വിശ്വാസം കെടുത്തി നമ്മൾ പിറന്ന നാടിനെ വിട്ടുപോകുമെന്ന. എന്നാ അവർക്ക് തെറ്റി. ഇതുപോലെ സ്വന്തം കുഞ്ഞുങ്ങൾ മരിച്ചാലും ചിതറിത്തെറിച്ചാലും നമ്മളെ നാടിനെ മറക്കൂല, നമ്മൾ പിന്മാറില്ല. യാ അല്ലാ, നീ ഞങ്ങളെ കാത്തോളണേ. നിങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോഴും കാണും ഇസ്രായേലിന്റെയും അമേരിക്കന്റെ ഒക്കെ ഉൽപ്പന്നങ്ങള്. കൊക്കക്കോള, പെപ്സി. നിങ്ങള് കുഞ്ഞു മക്കള് കരയുമ്പോ നിങ്ങള് വാങ്ങിക്കൊടുക്കാറില്ലേ? ലേസ്, കിൻഡർ ജോയ്. അതുപോലെ തന്നെ അങ്ങ് വലിയ കമ്പനിയായ സ്റ്റാർബക്സും മക്ഡൊണാൾഡ്സിലൊക്കെ പോയി നിങ്ങൾ ഫോട്ടോ ഇടുമ്പോ ഞങ്ങള് കൂടെ പിറപ്പുകളൊന്ന് ആലോചിക്കണം. പക്ഷെ അതൊന്നും ഞങ്ങൾ തകർക്കൂല. പ്രിയപ്പെട്ട യഹ്യ സിൻവാർ, ഹനിയ, നിങ്ങളുടെ രക്തസാക്ഷിത്വമാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. നിങ്ങളുടെ രക്തസാക്ഷിത്വമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. നിങ്ങൾക്കറിയോ, ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ ഈ കുഞ്ഞു നാളെ ഫലസ്തീനിന് വേണ്ടി, ഖുദ്സിന് വേണ്ടി, മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചാലും അതെനിക്ക് സന്തോഷം നൽകും. ഞാൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും. യാ അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. യാ അല്ലാ, നീ ഞങ്ങൾക്ക് സബർ നൽകണമേ. യാ അല്ലാ, ഫലസ്തീനിലെ ഉമ്മമാർ ഇനിയും പ്രസവിക്കും, ഇനിയും ഗർഭിണികളാകും, 1000 മക്കൾക്ക് ഇനിയും ജന്മം നൽകും. എന്റെ മോനെ പോലെ ചിഹ്നം ചിതറേണ്ടി വന്നാലും ഇതുപോലെ എന്നും മുത്ത നൽകുന്ന കുഞ്ഞി കൈകളും കാലുകളും ഞങ്ങൾക്ക് പെറുക്കിയെടുക്കേണ്ടി വന്നാലും ഞങ്ങൾ പിന്മാറില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ തിരിച്ചു പിടിക്കും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.